നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പ്ലേ ഓഫിൽ റയൽ മാഡ്രിഡിനോട് തോറ്റ് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്നും മാഞ്ചസ്റ്റർ സിറ്റി പുറത്തായല്ലോ. ആ പ്ലേ ഓഫിന്റെ രണ്ടാം പാദ മത്സരത്തിൽ സാന്റിയാഗോ ബെർണാബുവില് റയലിനെതിരെ KDBയെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. പെപ് ഗാർഡിയോള സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ ചോദ്യങ്ങൾ വരുന്നു പെപ്പിനോട്. എന്തുകൊണ്ട് അദ്ദേഹത്തെ കളിപ്പിച്ചില്ല? മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ലിവർപൂൾ മത്സരമാണ് അടുത്തത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഞായറാഴ്ച രാത്രി 10 മണിക്കാണ് ആ കളി. അതിന് മുന്നോടിയായിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പെപ്പ് എന്തുകൊണ്ട് KDBയെ കളിപ്പിച്ചില്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുന്നു. KDBക്ക് പരിക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഹി വാസ് നോട്ട് ഇൻജോർഡ്. കെവിൻ ഡി ബ്രൂയിനയെ ഞാൻ റയൽ മാഡ്രിഡിനെതിരെ സ്റ്റാർട്ട് ചെയ്യിച്ചില്ല. കാരണം ഞാനൊരു ടെക്നിക്കൽ ഡിസിഷൻ എടുത്തതാണ്. എൻ്റെ ടാക്ടിക്കൽ ഡിസിഷൻ ആണ് അവിടെ വന്നത്. തീരുമാനം, മൈ ഡിസിഷൻ, എൻ്റെ തീരുമാനമാണത്, ഞാൻ എടുത്ത തീരുമാനമാണത്. ഓഫ് കോഴ്സ് ഇപ്പോഴും KDBക്ക് വേണമെങ്കിൽ ബിഗ് മാച്ചസ് കളിക്കാം, അതെനിക്കറിയാം. അദ്ദേഹം റയൽ മാഡ്രിഡിനെതിരെ ഹോം മത്സരത്തിൽ കളിച്ചിരുന്നല്ലോ. ഓഫ് കോഴ്സ് ഹി ക്യാൻ പ്ലേ. പക്ഷേ കളിപ്പിക്കണ്ട എന്ന തീരുമാനമെടുത്തത് ഞാനാണ്, അതെന്റെ തീരുമാനമാണ് എന്ന് ഇപ്പോൾ പെപ് ഗാർഡിയോള പറഞ്ഞു. എന്തായാലും അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് KDB സിറ്റി വിടാനുള്ള സാധ്യതകൾ ഇങ്ങനെ വളർന്നു വരികയാണ്. മിക്കവാറും അദ്ദേഹം സിറ്റി വിട്ട് മറ്റൊരു ടീമിലേക്ക് ചേക്കേറുന്നത് നമുക്ക് വെറുതെ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ കാണാൻ പറ്റും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.